ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രശാന്തിനോട് അന്വേഷണ സംഘം നിർദ്ദേശിച്ചു. അതേസമയം ദ്വാരപാലക കേസിൽ കൂടി തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. കട്ടിളപ്പാളി കേസിലായിരുന്നു നേരത്തെ തന്ത്രിയുടെ അറസ്റ്റ്. കേസിൽ ഇന്നലെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ ഇന്ന് റിമാൻഡ് ചെയ്യും. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് ഇനി SITയുടെ നീക്കങ്ങൾ? ഷഫീദ്, ഉന്മേഷം, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വരും മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. ഒരിക്കൽ അദ്ദേഹത്തെ ഏതാണ്ട് 2 മണിക്കൂറോളം ചോദ്യം ചെയ്തതാണ്. 2024 സമാനമായി ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാറുണ്ടായ സാഹചര്യവും അതിന്റെ രേഖകളും മുൻകാല രേഖകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. ഇന്ന് സമാനമായി വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നോ നാളെയോ പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ തന്ത്രി കണ്ഠരര് രാജീവരെ 2ാം കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക. നേരത്തെ കട്ടിളപ്പാളി കടത്തിയ കേസിലായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്ന നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ ജയിലിലെത്തി SIT അറസ്റ്റ് രേഖപ്പെടുത്തും. 2ാം കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം കഴിഞ്ഞ ദിവസം A പത്മകുമാറിനോടൊപ്പം 2019 ദേവസ്വം ബോർഡ് അംഗമായിരുന്ന KP ശങ്കരദാസിന് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തി SIT അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ആശുപത്രിയിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. നാളെ KP ശങ്കരദാസിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ 11-ാം തീയതി SIT അറസ്റ്റ് രേഖപ്പെടുത്താനെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ കാരണം മടങ്ങിപ്പോവുകയായിരുന്നു. ശേഷം ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. KP ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ തുടരാൻ അനുവദിക്കുമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് ജഡ്ജി ആയിരിക്കും തീരുമാനിക്കുക. ഉന്മേഷ്, ശരി, അങ്ങനെ നിർണായക നീക്കങ്ങളിലേക്ക് SIT കടക്കുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.